ഹലോ. ഹലോ. ആ ഉം. ഇതെടി ഇത്രയും ദിവസം പോയേ? നിന്റെ ഒരു കോളും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ട് നല്ല വിളിക്കാനങ്ങ് പേടി. ആളാ. എന്ത് പറ്റി ഇന്ന്? ഇങ്ങോട്ടൊന്ന് വിളിച്ചോക്കൂലേ? അങ്ങോട്ട് വിളിയില്ല ഞാൻ. അത് ശരി, അങ്ങോട്ട് വിളിക്കാൻ നല്ല കാര്യം. ഞാൻ എന്നിട്ട് ഉം. നിന്റെ വീടിന്റെ പരിസരത്തെല്ലാം ഒന്ന് ബൈക്ക് എടുത്ത് വന്നു നോക്കി. അങ്ങോട്ട് വരാൻ പേടി, വിളിക്കാനും അത് പറ്റില്ലല്ലോ. എന്നാലും ഒന്ന് കോൾ ചെയ്ത് നോക്കൂലേ? കോളിതൊക്കെ ഇതിനല്ലേ അവസ്ഥ. വിളിച്ചിട്ട് എവിടെ എന്താ വിളിക്കായിരുന്നു? എന്താ പറ്റിയേ? ഞാനിവിടെ ഒരാഴ്ചയായി പനിച്ചിട്ട് കിടക്കുന്നു. പനിച്ചിട്ട് എന്നാ കിടക്കാനാ? ഒന്ന് എണീറ്റത്. അന്ന് പനിന്ന് പറഞ്ഞാൽ എമ്മാതിരി പനി. അത് ശരി. അത് അന്ന് തൊണ്ടയടപ്പും ആ, ജലദോഷവും പനിയും എല്ലാം കൂടിയിട്ട് ഫോണ് വരെ വിളിക്കാൻ പറ്റാതെ അവസ്ഥ. അന്ന് ആ ബസ്സിന്ന് അയാളെല്ലാം കണ്ട് പേടിച്ചിട്ടാന്നാ? എന്നാന്നറിയില്ല, പെട്ടെന്നുണ്ട്. അന്ന് പോയതിനു ശേഷം അന്ന് പിന്നെ അന്ന് വിളിച്ചിട്ടേ ഇല്ലല്ലോ? അന്ന് അന്ന് രാത്രി തൊട്ട് മുതലാണ് പനിച്ച്. അയാളെന്നൊക്കെ നിന്നെ കണ്ട് കാണിച്ച് പേടിപ്പിച്ചാ? അയാൾക്ക് കാണിച്ചു പഠിപ്പിച്ചൊന്നുമില്ല. ഉം. ഉം. എന്നിട്ട് ഇപ്പം മാറിയാ? ഞാൻ പറഞ്ഞേ എന്നാ എണീറ്റെ. ഉം. എൻ്റെ അമ്മ. ആ. എന്നിട്ട് നിന്നെ കാണിക്കാനൊന്നും പറ്റില്ല? പിന്നെ ഡോക്ടറെ അടുത്തൊന്നും? കാണിക്കാൻ പോയിനി. ഉം. ഉപ്പയും ഉമ്മയും വന്ന് ഉം. കാണിച്ച്. ഉം. ഉം. അപ്പൊ പിന്നെ വേറെ എന്റെ ഉം. ഇക്കാന്റെ കാര്യം പെട്ടുപോയല്ലോ. കാൻ്റെ കാര്യം അതോ ഒരു. ഇക്കാന്റെ കളിയും ഒന്നും നടന്നിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല, കളിയൊന്നും നടന്നിട്ടില്ല. പിന്നെ ഞാൻ പനിച്ച് കിടക്കുമ്പോൾ കളിച്ചായിട്ടാ. ആ. ഉം. അപ്പൊ ഇക്കാന്റെ കാര്യം പെട്ടു. അപ്പൊ പനിച്ചിട്ട് ഒരേ കിടത്തം തന്നെയാണോ? ഒരാഴ്ച നല്ല വെറിയും പനിയും. ഉം. ഉം. എന്നിട്ട് ഇപ്പൊ ഏതാണ്ടായല്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കൂലേ? അല്ല, ഞാൻ വിചാരിച്ചിട്ട് നീ വയ്യ പോയേ. ഇത് എവിടെയാ പോയ? എന്തെങ്കിലും തിരിയണ്ടേ? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം അങ്ങോട്ട് വിളിക്കാൻ പേടി. പിന്നെ ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ അതും പേടി. കാരണം നിന്റെ ഇക്കാന്റെ കയ്യിലാട്ടം കിട്ടിയ ഹലോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം എനക്ക് ഇങ്ങനെ മനസ്സിലായി. എന്ത്? ഈ കളിക്ക് മാത്രമേ ഉള്ളൂ. അത് ശരി. ഞാൻ വിളിച്ചിട്ടെല്ലാം കൂടി എന്താ പറയാ, അവലും കഞ്ഞിയേനെ എന്താ ചെയ്യാ? അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല അല്ലേ? അല്ല, വിളിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായാലും അതിനൊന്നും നീ പറയില്ല. ആരാ വിളിക്കാൻ പറഞ്ഞ് ആകെ പ്രശ്നമില്ലേ? കുറച്ച് ക്വാർട്ടറിൽ അടച്ചു പൂട്ടിയെന്ന് പറയില്ലേ നീ ലാസ്റ്റ്? ആയിക്കോട്ടെ. എപ്പെങ്കിലും കളിക്കാൻ കിട്ടുന്ന അതും പോയി. പിന്നെ അനങ്ങാണ്ട് നിന്നോന്ന് അറിയില്ലേ? അല്ല, അതല്ല, എന്തെങ്കിലും വിഷയ ആയിട്ട് നിന്റെ ഇക്ക വന്നിട്ട് പ്രശ്നമാക്കിയാലോ ഷോപ്പില്? അത് എനക്ക് പേടിയുണ്ട്. ആ, എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങൾ അതുകൊണ്ടാണ് വിളിച്ചു ഞാൻ നോക്കുമായിരിക്കും. അങ്ങോട്ടൊന്നും വിളിക്കാന്. കാണാതുകൊണ്ട്. ഇങ്ങനെ. അല്ല, ഷോപ്പിലേക്കൊന്നും കാണുന്നുമില്ല, വിളിയുമില്ല. അത് അന്നേരം എന്നോട് ഞാൻ വിളിച്ചു നോക്കുക. പറയൂ ഷോപ്പിലേക്ക് വരുന്നുണ്ട് നീ. പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വിളിക്കാൻ പറ്റൂല. എനിക്ക് നല്ല പേടിയില്ലേ അങ്ങനെ വിളിക്കും. സാരമില്ല. എന്നിട്ട് വേറെ ഏതാണ്ട് ലെവലായ? പഴയ ലെവലായ? പഴയ ലെവല് ആയി ഈ വരുന്നേ ഉള്ളൂ. വക. ഇന്ന് എണീറ്റ് അതുകൊണ്ട് എന്തുണ്ട്, കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നൊക്കെ എന്തെങ്കിലും ചെയ്താണല്ലോ പനി അടങ്ങാറാക്കാൻ വേണ്ടി. ഇല്ല, അതൊന്നുമില്ല. കളിക്കൂലേ വേണ്ടു. അയാൾക്ക് പിന്നെ നിന്റെ കോർട്ട് തന്നെ വേണമെന്നല്ലോ. വേറെ പുറത്തെല്ലാം അയാൾ കളിക്കൂലേ? അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ അങ്ങാണ്ട് നിന്ന് കൊടുത്താ പോരെ? പനിച്ചിട്ട് ഞാൻ എന്തായാലും അയാളെ പട്ടിണിക്കാക്കി. ഇവിടെ പിന്നെ എന്ന് പറയണ്ടേ, കളിക്കാൻ പോയിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാതെ അവസ്ഥയാ. അല്ല, ഞാൻ ഒരു പ്രാവശ്യം തലയിട്ട് വീണതല്ലേ, എങ്കിൽ അയാള് പിന്നെ പുറത്ത് പോയിട്ടുണ്ടാവും. അത് പേടിച്ചിട്ടാണ് കുറച്ച് ദിവസം ഇവിടെ നിന്നത്. അങ്ങനെ പഠിച്ചിട്ട് അല്ല, തലയിട്ട് ഞാനൊരു പ്രാവശ്യം തലയിട്ട് വീണോണ്ട് ഇനി അങ്ങനെ തന്നെ സംഭവിക്കുമോന്ന് ചോദിച്ചിട്ട് അയാൾ പുറത്തു പോകാണ്ട് നിന്ന്. അപ്പൊ ഇതിനോട് ഇഷ്ടമുണ്ട്. ഇഷ്ടമുണ്ടായിട്ടൊന്നും അറിയില്ല. അവിടെ നിന്നിട്ടില്ല ഒരു ദിവസം അതുകൊണ്ടേ. അതുകൊണ്ടൊരു കാര്യം ഉണ്ടായി. എന്തേ?
ധൈര്യം? അയാളെ കള്ളത്തരം കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റി. കള്ളത്തരം കണ്ടുപിടിക്കാനാ? അതെല്ലാം ഞാൻ പിന്നെ പറയാം. അതും കേട്ടോ. ഇപ്പൊ ഞാൻ പിന്നെ ഇപ്പോഴേ ഉള്ള അയാള്? അയാളിപ്പോഴേ ഉള്ളേ? എന്റെ തല കുറച്ച് പൊന്തിന്ന് കണ്ടിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് നോക്കണ്ട. അയാൾക്ക് എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ ആൾക്കാരും ജനങ്ങളും കാണണ്ടേ? അല്ല, ഏതാണ്ട് 3-4 ദിവസമായില്ലേ? ഒരാഴ്ചയോളായില്ലേ? ഒരാഴ്ച ആകാനായി. എന്നിട്ടും അയാള് മിണ്ടാണ്ട് കിടന്നത് ഇനിയും വെച്ചിട്ട്. പിന്നെ അയാളെന്താ ചെയ്യണ്ടേ? ഒറ്റ കളിക്കാനോ? അല്ല, അയാള് സാധാരണ നീ പറഞ്ഞ കണക്കിന് ഒറ്റക്കന്നെയല്ലേ കളിക്കല്. സാധാരണ ഒരുമിച്ച് കളിക്കുന്ന ആൾക്ക് പനിയൊക്കെ വന്നാലും മറ്റേയാൾ ഒറ്റക്കാലും കളിക്കാൻ നോക്കും എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അയാൾക്ക് ഒറ്റക്ക് കളിക്കുന്ന ഒറ്റക്ക് കളിക്കുന്ന അത് എന്നിട്ട് അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ പഞ്ച് കിടന്നിട്ട് പിന്നെ അയാളെ ശ്രദ്ധിച്ചിരുന്നു. അയാൾ ഒറ്റക്ക് കളിക്കുന്നുണ്ടാവും. കളിയല്ലേ, വേറെ ഒരുമിച്ച് കളിക്കുന്നുണ്ടാവും. നിന്നെ കൂടെ കൂട്ടിയിട്ട് നിന്റെ കോർട്ടിന് പുറത്തുള്ള കളിയൊന്നുമില്ല? ആന്നില്ല. ഞാൻ അതാ ചോദിച്ചത്. ഇല്ല. പിന്നെ അയാൾ കളിക്കാൻ കൂട്ടിയപ്പോ ഞാൻ മനുഷ്യനാണ്. അങ്ങനെ ചെയ്യണ്ടേ അല്ലേ? വിളിച്ചിട്ടില്ല. എനിക്ക് എല്ലാം ആരെയും മനസ്സിലായി. എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുണ്ട്. തടിയെല്ലാം വലിഞ്ഞാ? കൊറച്ച് ഒതുങ്ങി. എല്ലാം ഒതുങ്ങിയാ? ഒതുങ്ങിയിട്ടൊന്ന് കാണണല്ലേ? കുറച്ച് ഉഷാറാക്കണം. ഉഷാറാക്കുന്നതിന് മുന്നേ ഒന്ന് കാണണല്ലേ? വെറുതെ ഒന്ന് ഒതുങ്ങിയല്ലെന്ന് കാണേ. ഒന്നും കാണണ്ട, ഉഷാറാക്കിയിട്ട് കാണാം. കളിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ പറ്റും. ഇനിയിപ്പോ ഇതൊന്ന് റെഡിയാവുന്നുണ്ട്. വിളിച്ചിട്ടുണ്ടെ ഒരാഴ്ച അന്ന് ബസ്സിലെ മറ്റേ കളിയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചല്ലേ. അതിന് ഞാൻ വിചാരിച്ചത് എന്തേ ഇവിടെ പോയേ, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അതാ ഞാൻ ചോദിച്ചേ, അതിന് ബസ്സിലാടുന്ന് ഉണ്ടായിരുന്ന അയാളെന്ന് നിന്നെ കാണിച്ച് പേടിപ്പിച്ചതാണെന്നുള്ള സംശയം. അങ്ങനെ പഠിക്കുമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മളിത് കാണാതെ ഒന്നുമല്ലല്ലോ. അയാൾ പേടിപ്പിച്ചിട്ടൊന്നുമില്ല. അല്ലേ പറഞ്ഞേ, നീ അയാളെ അങ്ങോട്ടാ പഠിപ്പിച്ചല്ലേ? എന്തായാലും സംഗതിയൊക്കെ ഉഷാറായി. പനിയാണെങ്കിൽ ഇനിയപ്പോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാടുന്നു. 2-3 ദിവസം കഴിയട്ടെ. നേരം 2-3 ദിവസം കഴിയുമ്പോൾ വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നേരം പറയില്ലേ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നിട്ട് പറയാണ്ട് വരും? ഇല്ല, ഞാൻ പിന്നെ ഒന്ന് ഉഷാറായിരുന്നു നീർന്ന് നിൽക്കട്ടെ. ഭക്ഷണമെല്ലാം കഴിച്ചു തുടങ്ങിട്ട്. നീർന്ന് നിന്നാലേ നമുക്ക് ഒന്ന് കുനിഞ്ഞു നിന്നിട്ടൊക്കെ ഓടി ബോളൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും. അപ്പൊ നിന്റെ ഇക്കാന്റെ അവസ്ഥ തന്നെയാന്ന് എനക്കും. കളിക്കാൻ ആളില്ലാണ്ട് പണ്ടാരക്കാലം തിരിച്ചു പോകുന്നല്ലോ പോലും. പണ്ടാരക്കാലം തിരിച്ചു പോകുന്നല്ലോ പോലും. പോകാനായല്ലോ, കുറച്ച് ദിവസമല്ലോ പോയിട്ട്. അയാളിനി നോക്കട്ടെ, അത് പോകുന്നുണ്ടോ പോകുന്നില്ലയോന്നൊന്നും അറിയില്ല. അതിനെ പറ്റൊന്നും പറയല്ലേ? പറയുന്നില്ലല്ലോ. പോകാണ്ട് ആള് ചെറുപ്പക്കാരനല്ലേ? നാട്ടുകാരെ ആള് പോയിട്ട് പൈസ ആക്കാൻ പറ. നാട്ടിലിരുന്ന് കളിച്ച് ഇൻട്രസ്റ്റ് പിടിച്ചോന്ന് അറിയില്ലല്ലോ. ഇതെന്താ ആദ്യമായിട്ട് അങ്ങനെ അയാള് നീ ആയിട്ട് കളിക്കുന്നു? നീ ആയിട്ട് പണ്ടേ ആള് കളിക്കുന്നല്ലേ അതിനൊന്നും? പിന്നെ ഇൻട്രസ്റ്റ് പിടിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതുകൊണ്ടാണല്ലേ അയാൾക്ക് നിന്നോട് എന്റെ കൂടെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതുകൊണ്ടല്ലേ അയാള് കോർട്ടിന്റെ പുറത്തെല്ലാം ഇങ്ങനെ കളിച്ചിട്ട് നേരം കൂട്ടി അയാള് മാത്രം ഗോൾ അടിച്ചിട്ട് പോകുന്നത്. ഇല്ല, പണ്ടേ കളിക്കുന്ന കൂട്ടർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എനിക്കറിയില്ല, ഞാൻ പൊതുവെ ഒരു ഇത് പറഞ്ഞ പലരും ഇങ്ങനെ പറയുന്നൊക്കെ പഴയ കളിക്കാറെല്ലാം സൈഡായി പെൻഷൻ മേടിച്ചിരിക്കലാണ്. അപ്പൊ എന്താക്കും, കോർട്ടിന്റെ ഉടമ പുതിയ കളിക്കാരെ കയറ്റി കളിപ്പിക്കും. ചില കോർട്ടിന്റെ അതിനെപ്പറ്റി എനിക്കറിയില്ല. നമുക്ക് പിന്നെ അങ്ങനെ ഒരു അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ
ബദലായിട്ട് ചെന്ന് കളിക്കുന്ന ആൾക്കാരല്ലേ. അത് ശരിയാ. നമ്മളേതെങ്കിലും പാവപ്പെട്ട കോർട്ടുകാർ വിളിച്ചിട്ടാകുമ്പോൾ ബദല് കളിച്ചു കൊടുക്കും. ഏതെങ്കിലും കളിക്കാരൻ്റെ ഒഴിവ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ കളിക്കാരൻ എവിടെയെങ്കിലും പോയാൽ ഒക്കെ കളിക്കാനല്ലേ പറ്റും. അത് ആകെപ്പാടെ വിളിക്കുക ഈ ഒരു കോർട്ടിൻ്റെ ഉടമേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരു കോർട്ട് ഉണ്ടാക്കാനുള്ള ഇതൊന്നും നമുക്കില്ല. ശേഷിയില്ല എന്നല്ല, കോർട്ട് കിട്ടണ്ടേ. അങ്ങനെയും പറയാം. ശേഷി ഉണ്ടോ ഇല്ലയെന്ന് ഒപ്പരം കളിക്കുന്നവർക്കെല്ലാം അറിയാം. ശേഷി ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ലേ. ശേഷി ഉണ്ടോ ഇല്ലയെന്നുള്ളത് കളിക്കുന്ന കാര്യത്തില് നമ്മള് പറന്ന് കളിക്കും. കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ഈ പനിച്ച് കിടന്നിട്ട് ഇങ്ങനെ ഉഷാറായി വരുമ്പം തന്നെ ഇങ്ങനെ എന്താ അല്ല ഇങ്ങനെ കളിക്കാനായിട്ട് കൂടിയിട്ട് പോയാൽ ഒറ്റക്കിരുന്ന് കളിച്ചേക്കറ്. അയ്യോ ഒന്നുമില്ല, ഒറ്റക്കൊന്നും കളിക്കുന്നില്ല. ഒറ്റക്കൊന്നും കളിക്കാനും ആയില്ല. എന്തിനാ ഒറ്റ കളിക്കുന്നത്? 2 കളിക്കാർ അപ്പുറം ഇപ്പുറം നിൽക്കുമല്ലേ. പിന്നെ ഒറ്റ കളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയുന്ന കേക്കല്ലേ. പഞ്ചര ഇത് കട്ടൻ കാപ്പിയും ഇത് റസ്കും അല്ലേ റൊട്ടിയാ? ഞാൻ കട്ടൻ കാപ്പി റസ്കും കഞ്ഞിയാ? കഞ്ഞിയും ചമ്മന്തി. കഞ്ഞിയും ചമ്മന്തിയിലും നിങ്ങൾ തിന്നോ? വലിയ വലിയ ആൾക്കാരല്ലേ മനുഷ്യനായാലും. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഒക്കെ അല്ലേ കഴിക്കുക. പനിച്ചാലും അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? ഉണ്ട്, പക്ഷെ അനക്കത് ശരിയാവില്ല. എന്തെങ്കിലും വായിക്കലും രുചി വേണ്ടേ? രുചിക്ക് ഏറ്റവും നല്ലത് ഐസ്ക്രീമാണ്. പനിക്കുമ്പോ ഐസ്ക്രീം കൂടി തന്നാൽ മതി. മധുരം പുറകെ കുറച്ച് തേനൊക്കെ വെച്ച് നല്ല സൂപ്പറായിരിക്കും. എനക്ക് പഞ്ചില്ല ഇപ്പൊ അടുത്തൊന്നും. പനീനെ തണുപ്പിക്കാൻ ഏറ്റവും നല്ല ഐസ്ക്രീമാണ്. അതായത് തേനും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉണഞ്ഞ് കഴിക്കുക. നേരം ഉള്ളിലെ പനിയും പോവും, ശരീരം തണുക്കുകയും ചെയ്യും. അങ്ങനല്ലേ? അങ്ങനെയല്ലേ? ഡോക്ടർക്ക് പോയാലും പറയില്ല പനി കൂടിയിട്ടാകുമ്പോ നിങ്ങള് ഐസ് വെക്കണം, തണുപ്പിക്കാനല്ലോ. പിന്നെ ഐസ് തിന്നൂടെ? ഐസ് വെക്കുന്ന പോലെയാണോ തിന്നല്? പിന്നെ ഐസ് വെക്കുന്നുണ്ട്. ഐസ്ക്രീം തേനൊക്കെ പൊട്ടിങ്ങനെ നുണഞ്ഞെടുക്കുമ്പം തന്നെ കഴിക്കുമ്പം തന്നെ പനി തനിയെ പോകും. രസം തന്നെയാണ്, പക്ഷെ പനി കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്കാനോട് ചോദിച്ചു മേടിച്ചു കൊടുക്കുക. ഒരു ഐസ്ക്രീം വേണം, തേനും പറ്റിയിട്ട് വേണ്ട. ചോദിക്കുന്നുണ്ട് തന്നെ. എനിക്ക് ഐസ്ക്രീം തിന്നാൻ തരുത്തല്ലേ? അവൻ തെറ്റില്ല. ആൾക്കാർ ഐസ്ക്രീം തിന്നില്ല. നിങ്ങളെ ആൾക്കാർ ആരും ഐസ്ക്രീം തിന്നലില്ല എന്ന് തോന്നുന്നു. അതെങ്ങനെ എനിക്കറിയാം? അതങ്ങനെ പറയുന്ന കേട്ടു. പുറത്തുള്ളവർക്ക് മേടിച്ചു കൊടുക്കും തോന്നുന്നു. അതല്ല എനിക്ക് നമ്മൾ ഐസ്ക്രീം തരുമ്പോ തിന്നാൻ ഇത്ര ആക്രാന്തം. അതെ. ഞാൻ റെഡിയായി. ഞാൻ തേനും ഐസ്ക്രീമും ഒരുമിച്ച് മേടിച്ചു തരാം. പനി മാറിയിട്ട് പോരെ? മതി. ഐസ്ക്രീമിന്റെ മുകളിൽ ഇങ്ങനെ തേനിങ്ങനെ വെച്ച് വരട്ടി തിന്നാം.
ഉം. ഓക്കെ. ഉം. ഇനി ഡോക്ടറെ അടുത്തൊന്നും പോകണ്ടല്ലോ? ഇനി ഒരിക്കലും കൂടി കാണിച്ചിട്ട് കാണിക്കാൻ നാളത്തേക്ക് പോകും. സുഖമായിരിക്കും. ഇന്ന് കാണിക്കാനൊക്കെ പോണം. ഉം. ഉം. എന്നാല് അയാളെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പിന്നെ പറയാം. അത് എന്നാ പിന്നെ ഉം. കാര്യമായിട്ടുണ്ടാവില്ലേ കുറെ? ആ അതൊന്നും അത്ര രഹസ്യ? അത് പിന്നെ പറയാം. ഇപ്പം വരും. ഉം. പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്, ഇപ്പം വരും. ഉം. 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 അപ്പം ഞാൻ വെക്കട്ടെ.